പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാർ പോകുന്ന ഉമ്മാടം ആലപ്പാട് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ, റോഡിലാണ്. അത് പുഴയാണെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ സത്യത്തിൽ ഇത് റോഡാണ്. കുറച്ച് ദിവസം ഇതിലെ റോഡ് ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ആ ബോർഡൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. കുറച്ചുകൂടി നല്ല മഴ പെയ്താൽ ഇനിയും ബോർഡ് ഇറക്കി വയ്ക്കേണ്ടി വരും. അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ. ഒന്ന് ഇതിലെ വണ്ടികൾ പോണതിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ റോഡ് പോകുന്നത് അതിവിശാലമായ കോൾപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ള നെൽവയലുകളെയാണ് കോൾപ്പാടങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് കോൾപ്പാടങ്ങളുള്ളത്. ആലപ്പുഴയിലെ കുട്ടനാട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ആഗോളതലത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭൂപ്രദേശമാണ്. കാരണം ഇത് അത്രയും വിശാലമാണ്. കേരളത്തിലെ നെല്ലുൽപാദനത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ നിന്നാണ്, കോൾ നിലങ്ങളിൽ നിന്ന്. തൃശ്ശൂർ ജില്ലയിൽ ഈ മുകുന്ദപുരം, തൃശ്ശൂർ, കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് കോൾപ്പാടങ്ങളുള്ളത്. അതിൽ തൃശ്ശൂർ ഈ ആലപ്പാട്, കാഞ്ഞാണി, ചേർപ്പിനടുത്തുള്ള ചേനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വിശാലമായിട്ട് ഈ പാടങ്ങളുള്ളത്. പിന്നെ അടാട്ട് ഗ്രാമപഞ്ചായത്ത്, പീച്ചി, ചിമ്മിണി, അങ്ങനെ 2 അണക്കെട്ടുകളുടെ വെള്ളമാണ് വേനൽക്കാലത്ത് ഈ ജനുവരിയിൽ ഇറക്കണ ഒരു കൃഷി. പിന്നെ സെപ്റ്റംബറിൽ, അങ്ങനെ 2 തവണയായിട്ടാണ് ഇതിൽ കൃഷി. ബാക്കിയുള്ള സമയത്ത് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ പീച്ചി അണക്കെട്ടിരിക്കുന്നത് മണലി പുഴയിലാണ്, ചിമ്മിണി ഉള്ളത് കുറുമാലി പുഴയിലും. ഇത് രണ്ടും കരുവന്നൂർ പുഴയുടെ കൈവഴികളാണ്. ഈ കൊല്ലം ഈ കാണുന്ന പാടത്ത് തണ്ണിമത്തൻ കൃഷിയായിരുന്നു വേനൽക്കാലത്ത്. ജനുവരിയിലെ നെൽകൃഷിയല്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ വിളവെടുപ്പ് ഏതാണ്ട് കഴിഞ്ഞ സമയം തുടങ്ങി. ഈ കൊല്ലം എന്ന് പറയുമ്പോൾ 2025 മഴ നേരത്തെ തുടങ്ങിയല്ലോ. അതുകൊണ്ട് ആ വിളവെടുപ്പ് മുഴുവനായിട്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് മഴ തുടങ്ങി. വെള്ളം 2018 കർക്കിടക മാസത്തിലാണ് ഇവിടേക്ക് വെള്ളം കയറിയത്. ഇക്കൊല്ലപ്പോൾ ജൂൺ കഴിയുന്നതിന് മുമ്പ് തന്നെ, ജൂൺ പകുതിയായപ്പോൾ തന്നെ ഒരു റൗണ്ട് വലിയ മഴ പെയ്ത് വെള്ളം ചെറുതായിട്ട് കയറി ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വന്നു. ഇനിയിപ്പോൾ കർക്കിടം ആവുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകണമെന്നുള്ളത് കണ്ടറിയണം. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ വീണ്ടും ഇടാം. അപ്പോൾ ഓരോ സമയങ്ങളിൽ ഇവിടുത്തെ മാറ്റങ്ങൾ എന്താണെന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.